ഹായ് വ്യൂവേഴ്സ്, ഇന്ന് തുടക്കം തന്നെ ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ചൊരു എഫിക്ഷൻ ഉണ്ടാവില്ല, സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അതിനുശേഷം 4 ഗ്രൂപ്പായി തിരിക്കും. ഗ്രൂപ്പുകൾ നമ്മൾ ഇമോജിയായ കിസി, വിങ്കി, ഏഞ്ചൽ, ആംഗ്രി. അപ്പൊ പിന്നെ അടുത്തതും നമ്മുടെ മാസ്ക് ഓഫ് സെക്ഷൻ ആയിരുന്നു. അതിൽ ഷിജിൻ അമ്മയെക്കുറിച്ചും പിന്നെ അഫ്നിയ ആത്മവിശ്വാസം, വൈശാഖ് കുട്ടിക്കാലവും, ഷിഞ്ചിത് ലാൽ സുഹൃത്തും, അളകനന്ദ അമ്മയും കുറിച്ചാണ്. അതിനുശേഷം നമ്മുടെ ടാസ്ക് തുടങ്ങി. അതായത് 50 നീല കപ്പും 50 റോസ് കപ്പും, അതായത് ഒരേ ടീമിൽ നിന്ന് 3 പേര് വെച്ചിട്ട് അതൊന്ന് ഈ മത്സരം ആരംഭിക്കുക. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 പേര് വന്നിട്ട് കപ്പുകൾ കമഴ്ത്തി വെക്കണം. അപ്പൊ മറ്റേ ടീം നിവർത്തി വെക്കണം. അങ്ങനെയായിരുന്നു ടാസ്ക്. ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചത് നമ്മുടെ രഞ്ജിനിന്റെ ടീമാണ്. അടുത്ത സെഷൻ ടീം നമ്മുടെ മാരാറിന്റെ ടീമും പിന്നെ റെനീഷിന്റെ ടീമുമായിട്ടാണ്. പിന്നെ ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് അവര് തമ്മിൽ ഗ്രൂപ്പുകൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് മാറി. പിന്നെ ടാസ്ക് തീർന്ന് മാരാറിന്റെ ടീം ജയിച്ച്. ഇനി ഇൻഫിനിറ്റി പെൻഡന്റ് ഈ ഗെയിമിൽ കിട്ടിയത് ഒന്ന് രാകേഷ്, മറ്റേത് നമ്മുടെ ഷാമോൻ, പിന്നെ മൂന്നാമത് കിട്ടിയത് എൽദോ ആണ്. എൽദോ നല്ല കയ്യാങ്കളി നടക്കുന്നിടയിലും ഗെയിം നല്ല ശ്രദ്ധയോടെ കളിച്ചിട്ടാണ് ഇൻഫിനിറ്റി പെൻഡന്റ് എൽദോക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പൊ 6 പേര് ഈ ഡേഞ്ചറസ് സോണിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കൊരു ചാൻസും കൂടി കൊടുക്കുന്നത്, അതായത് ജഡ്ജസിനെ ഒന്ന് സംവാദത്തിലൂടെ കൺവിൻസ് ചെയ്യണം. അതായത് ഈ അഗ്നിപരീക്ഷയിലെ ബിഗ് ബോസിൽ കയറാൻ ഞാൻ യോഗ്യതയാണെന്നുള്ളതുള്ള അതിൽ ഇവർ തമ്മിൽ സംസാരിച്ച് അതിനുശേഷം ജഡ്ജസ് തീരുമാനിച്ചതിൽ എലിമിനേറ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്മുടെ അപർണ എലിമിനേറ്റ് ആയി. അടുത്തത് പ്രണവ് സേഫായി. പിന്നെ നമ്മുടെ നയന എലിമിനേറ്റ് ആയി. റെയ്ബാൻ എലിമിനേറ്റ് ആയി. അളകനന്ദ സേഫായി. ലാസ്റ്റ് നമ്മൾ അഭിരാം എലിമിനേറ്റ് ആയി. അഭിരാം ഔട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.